നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളൂടി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 5/3/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വിലയിൽ മാറ്റമുണ്ട്. 1 രൂപയാണ് ഇപ്പോൾ കുറയുന്നത്. ഇതിൻ്റെ ഫലമായി വൻ നാശനഷ്ടങ്ങളാണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ റബ്ബർ മാർക്കറ്റ് കോട്ടയം നോക്കുമ്പോൾ RSS4 കിലോ 219, RSS5 കിലോ 214, ISNR 20 195, ലാറ്റക്സ് 60% DRC 147 രൂപ 95 പൈസ. ഇതാണ് കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS4 കിലോ 219, RSS5 കിലോ 214. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 189 194. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 146, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 109 രൂപ 50 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS4 കിലോ 229 രൂപ 53 പൈസ, RSS5 കിലോ 229 രൂപ 9 പൈസ. ഫീൽഡ് ലാറ്റക്സ് 198 രൂപ വ്യാപാരി വില. ഫാക്ടറി വില നോക്കുമ്പോൾ 208. അവിടെയും കുറവാണ് സംഭവിക്കുന്നത്. 25% DRC ഉള്ള 200 ലിറ്റർ ബാരനുള്ള 9,900 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ബാരനുള്ള 11,880, 35% DRC ഉള്ള 200 ലിറ്റർ ബാരന് 13,860. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS4 കിലോ 213, RSS5 കിലോ 206, ISNR 20 184 രൂപ മുതൽ 184 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 124 മുതൽ 138 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് മഴ പെയ്യുമ്പോൾ പുനരാരംഭിക്കാനിരുന്നതായിരുന്നു. പക്ഷേ വില കുറഞ്ഞത് കാരണം വീണ്ടും അശുഭ പ്രതീക്ഷയാണ് മിക്ക റബ്ബർ കർഷകരുടെ മുഖത്ത്. ഈ കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 15,080, ഒരു പവന് 1,20,640. അതുപോലെ 24 ക്യാരറ്റ് രൂപ 16,451, ഒരു പവന് 1,31,608. അതുപോലെ 18 ക്യാരറ്റ് രൂപ 12,338, ഒരു പവൻ 98,704. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 285 രൂപ, ഒരു പവന് മുകളിൽ 2,280 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ ചകരിയുള്ള 50 മുതൽ 80, കൊക്കോ 330, കച്ചവടം ഉണങ്ങിയതിന് 500, കശുവണ്ടി 130, വെളിച്ചെണ്ണ ലിറ്റർ 410, കൊപ്ര എടുത്തപടി 163, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 925, പിന്നാക്കസ്ഫല 44, റോട്ടറി 44, കുരുമുളക് അൺകാർബിൾഡ് കിലോ 696, കുരുമുളക് പുതിയത് 686, കുരുമുളക് ഗാർബിൾഡ് കിലോ 716, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 185, അടയ്ക്ക പുതിയത് 390, വാഴക്കുളം പൈനാപ്പിൾ പച്ച 48, പഴം 58, വയനാടൻ കുരുമുളക് 700, ചേട്ടൻ 690, നെല്ല് കിൻഡൽ 2,500, കാപ്പിക്കുരു 36,000 രൂപ. വീണ ജോർജ് ആറന്മുളയിൽ തന്നെ മത്സരിക്കും. അതിനുള്ള PR വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, ആറന്മുളയിൽ വീണ ജോർജ് തന്നെ. വീണ ജോർജിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യമായി ഭർത്താവ് ജോർജ് ജോസഫ് CPM-നെ സമീപിച്ചു. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് കാര്യം സംസ്ഥാന നേതൃത്വത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിവായതിനാൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വം തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യം ഈ 10 വർഷം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ്. ലോകത്തിൻ്റെ തന്നെ മാതൃകയായി കേരളത്തിൻ്റെ ആരോഗ്യം. വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ കഴിഞ്ഞ 10 വർഷം വൻ വികസന കുതിപ്പാണ് നടത്തിയത്. ഒപ്പം ആരോഗ്യ കേരളത്തോടും നല്ല രീതിയിലാണ് അവർ പെരുമാറിയത്. അതുകൊണ്ടാണ് CPM-ൽ നല്ല പ്രശംസയുള്ളത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.